പാലായിലോട്ടൊന്ന് പോകാം. പാലായിൽ ഇന്ന് നിർണായകമാണ് കേട്ടോ. പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന്നാണ് LDF പിന്തുണയോടെ മായ രാഹുലും UDF നിന്ന് റിയ ചീരാൻകുഴിയും മത്സരിക്കും. വിമത കൗൺസിലർമാരുടെ പിന്തുണയുള്ളതിനാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് മായ രാഹുൽ. എന്നാൽ UDF വിട്ട കൗൺസിലർമാർ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF ക്യാമ്പ്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. പാല വീണ്ടും നിർണായകമാവുകയാണ്. എന്താണ് സാധ്യതയുള്ളത്? റിയോ മായോ, ആർക്കാണ് സാധ്യത? നിലവിൽ LDF പിന്തുണയോടുകൂടി മായ രാഹുൽ മത്സരിക്കുന്നു, UDF പിന്തുണയോടുകൂടി റിയ ചീരാൻകുഴി മത്സരിക്കുന്നു. എന്തൊക്കെ സാധ്യതകൾ? അട്ടിമറിക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ മായ രാഹുൽ തന്നെയായിരിക്കും ചെയർപേഴ്സൺ എന്നുള്ളത് തന്നെയാണ്. കാരണം 4 വിമത കൗൺസിലർമാർ ഒപ്പമുണ്ട്. ഒപ്പം 12 LDFന്റെ പിന്തുണ കൂടി മായ രാഹുൽ ഉണ്ടെന്നാണ്. സ്വാഭാവികമായും 16 വോട്ടുകൾ 26-ൽ 16 നേടി വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ UDF കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 5 പേരാണ് കൂറുമാറിയ മറുകണ്ടത്തേക്ക് പോയിരുന്നത്. അതിൽ ഒരാൾ തിരികെ UDFിലേക്ക് തന്നെ എത്തി. അത്തരത്തിൽ ബാക്കിയുള്ളവർ കൂടി എത്തുമോ എന്നുള്ളൊരു കണക്കൂട്ടൽ മാത്രമാണ്. പക്ഷെ എപ്പോഴും മായ രാഹുൽ വരില്ല. കാരണം മായ രാഹുൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 3 പേർ കൂടി ഇവിടേക്ക്, 3 കോൺഗ്രസ്സുകാർ കൂടി ഇവിടേക്ക് എത്തിയാലും 13-13 നറുക്കെടുപ്പിലൂടെയെങ്കിലും തങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുമോ എന്നൊരു കണക്കൂട്ടൽ മാത്രമാണ് UDFന്റെ ഭാഗത്തുനിന്നുള്ളത് എന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും സാധ്യതകളില്ല. മായ തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാരണം മായയും ടോണി തൈപ്പറമ്പിലും എന്തായാലും അപ്പുറത്തുണ്ടാകും. എന്തെങ്കിലും ഒരു സാധ്യതയുള്ളത് ബിജു മാത്യൂസ് ഇപ്പുറത്തേക്ക് വന്നാൽ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പോലും ഈ 14 വോട്ട് എന്നുള്ള പറയുന്ന കേവല ഭൂരിപക്ഷത്തിന് മുകളിലേക്കുള്ള വോട്ട് അവർക്ക് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മായ ഹലവിന് അപ്പുറത്തേക്ക് മറ്റൊരു അത്ഭുതം പാലാ നഗരസഭയിൽ ഇന്ന് സംഭവിക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നു. ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നിലവിൽ. അത് ചെയർപേഴ്സണായി തുറന്നു പോകുന്നു എന്ന് തന്നെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം എന്നുള്ളതാണ്. ഒപ്പം അപ്പോൾ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വീണ്ടും ഒരു മത്സരം വരുന്നു എന്ന കാര്യം കൂടി അവിടെ ഉണ്ടാകുന്ന കാര്യം കൂടിയുണ്ട്. അതിലേക്ക് ഇനി ആര് എന്ന കാര്യത്തിൽ വീണ്ടും ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ പോകും. എന്തായാലും UDF നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ കൗൺസിലായിട്ടുള്ള റിയ ചീരാങ്കുഴിയാണ്. ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം ഒരു 10 വോട്ട് റിയയ്ക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതേസമയം ഈ പറയുന്ന 5 പേർക്കെതിരെ ഇന്നലെ, അതായത് ഈ കൂറുമാറിയിട്ടുള്ള 5 കൗൺസിലർമാരുണ്ട്. UDFന്റെ കോൺഗ്രസിന്റെ 4-ഉം സ്വതന്ത്രരായിട്ടുള്ള മായ രാഹുൽ 5 പേർക്കെതിരെ UDF കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയ വരുമോ മായ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. സർവം മായ എത്തിയിരുമോ എന്നുള്ളതാണ്. എന്തായാലും UDFന്റെ പിന്തുണയോടുകൂടി റിയ മത്സരിക്കുന്നു, LDF വിമതരുടെ സഹായത്തോടുകൂടി റിയ മത്സരിക്കുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു നഗരസഭയ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ പുളിക്ക കണ്ടെത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ തന്നെ വിളിച്ച് അഭിമുഖമൊക്കെ നടത്തിയതാണ്. ഒടുവിലിതാ 3 മാസം കഴിയുമ്പോഴേക്ക് ടപ്പ് ചെയ്ത് താഴെ പോകും. പുതിയ ഭരണസമിതി വരാൻ പോകും. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കുക. ഇങ്ങനെയാണ് പൊളിറ്റിക്സ്. ഒന്നും രാഷ്ട്രീയത്തിൽ ശാശ്വതമില്ലല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് ശാശ്വതത്വമുള്ളത്? പ്രിയപ്പെട്ടവരെ, ED കോൺഗ്രസുകാരുടെ പുറകെ നടന്നിരുന്നെങ്കിൽ BJPക്ക് 1, 2, 3 MLA-മാരെ കിട്ടിയേനെ എന്ന് ചെമ്പുള്ളി എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷക്കാരൻ്റെ കമൻറ്റ്. ഒരു കുടുംബം നട്ടല് വളയ്ക്കാതെ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടെങ്കിലുമായി എന്ന് പോൾഷി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം പ്രസക്തമല്ലേ? CMRL സ്ഥാപകനായ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളൊരു ബോധം ഈ പൈസ വാങ്ങിയവരുടെ മനസ്സിലുണ്ടാവണ്ടേ? അത്തരത്തിലുള്ള ആളുകൾ സൗജന്യമായിട്ട് 1 രൂപ തന്നാൽ, ഒരു ചായ വാങ്ങിച്ചു തന്നാൽ പോലും നോ എന്ന് പറയാൻ കഴിയുന്ന ഒരു സത്യസന്ധതയും ഇച്ഛയും കാണിക്കണമായിരുന്നു. പിണറായി വിജയൻ 5 പൈസ വാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന 2,78,00,000 രൂപ അത് ആരെ പ്രതിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചില കാര്യങ്ങളിൽ ചില നീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് മറ്റു വഴിക്കായിരിക്കും അത് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ളത്.